Hello, hi, good morning, good afternoon, good evening, whenever you are watching this video. First of all, Sikasa Calicut a big thanks for conducting this type of program which improve the skills of CA students. എൻ്റെ പേര് അമൽ. ഞാൻ കാലിക്കറ്റ് ആണ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നത്. ഒരു CA ഫൈനൽ സ്റ്റുഡൻ്റ് ആണ്. ഇനിയുള്ള ഒരു 20 to 30 മിനിറ്റ് നിങ്ങൾ 20 to 30 മിനിറ്റ് ഞാനിങ്ങ് എടുക്കുകയാണ്. സോ ഐ വിൽ ട്രൈ ടു മേക്ക് ആസ് വെൽത്തി ആസ് ഇറ്റ് ഈസ്. ആസ് എൻ്റെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നതും ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. നിങ്ങളെ വെൽത്തി ആയിട്ടുള്ള നിങ്ങളെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം ഞാൻ കുറച്ച് സമയത്തേക്ക് ഹെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ടൈം ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അടിപൊളിയാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സോ കമ്മിങ് ടു അവർ ഏരിയ ഓഫ് ഡിസ്കഷൻ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇൻ്റർമീഡിയറ്റിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ നമ്പർ 4 ആയ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ നമ്പർ 4 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ആസ് ഐ ടോൾഡ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജറുടെ ടാസ്കുകൾ എന്ന് വെച്ചാൽ എങ്ങനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാം, അതിനുള്ള എല്ലാ പോസിബിൾ എഫേർട്സും ഒരു ഫിനാൻഷ്യൽ മാനേജർ എന്ത് ചെയ്യണം, എടുത്തിട്ടുണ്ടാവണം. ആ ഫിനാൻഷ്യൽ മാനേജറുടെ മെയിൻ ടാസ്ക് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുക. സോ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്? ഫോർ ഐഡൻറ്റിഫൈങ് വാട്ട് ഈസ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്, വി ഹാവ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് എ ക്യാപിറ്റൽ. Similarly, to understand this chapter, this chapter is called cost of capital. To understand this chapter, we have to understand what is a capital and what is the cost of that capital. Okay, so first we have to understand what is the capital. Capital is nothing but the sources of fund. Capital is nothing but the sources of fund. ഒരു ഓർഗനൈസേഷന് ഏതൊക്കെ സോഴ്സസിൽ നിന്ന് ഫണ്ട് പ്രൊക്വയർ ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. സേ ഒരു കമ്പനിക്ക് ഒരു 100 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഒരു കമ്പനിക്ക് 100 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഈ 100 lakhs ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ട ക്യാപിറ്റൽ അവർക്ക് എവിടെ നിന്നാണ് സ്വരൂപിക്കാൻ പറ്റുക, അവർക്ക് എവിടെ നിന്നാണ് പ്രൊക്വയർ ചെയ്യാൻ പറ്റുക? എന്തൊക്കെ ഓപ്ഷൻസ് അവർക്കുണ്ട്? അവർക്ക് അവരുടെ ഓൺ മണി എടുക്കാം, അവരുടെ കിഷൻ തന്നെ പൈസ എടുക്കാം, അവർക്ക് അവരെ ഇക്വിറ്റി ക്യാപിറ്റൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കാണിച്ചിട്ട് ബാങ്കിൽ നിന്ന് ഒരു ബാങ്ക് ലോൺ എടുക്കാം. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ചുറ്റുപാടുള്ള റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ റിലേറ്റീവ്സ് ഒക്കെ എന്താ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യണം, ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് റെഡി ആയി നിൽക്കണം, അവരെടുക്കുന്ന ബോറോ ചെയ്യാം. സോ അത്തരത്തിലുള്ള ബോറോയിങ്സ് പോസിബിൾ ആണ്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഡിബെഞ്ചേഴ്സ്, ബോൺസ് ഒക്കെ പോലെയുള്ള ഡെറ്റ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്യാം. സോ ഇത്തരം വെറൈറ്റീസ് ഓഫ് സോഴ്സസ് ഉണ്ട് നമുക്ക് എന്തിനും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഫണ്ട് പ്രൊക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് സോഴ്സസ് ആർ കോൾഡ് ക്യാപിറ്റൽ. ഇക്വിറ്റി ഈസ് ദെയർ, ബാങ്ക് ലോൺ ഈസ് ദെയർ, ഡെറ്റ് സെക്യൂരിറ്റി ഈസ് ദെയർ, ഡിബെഞ്ചേഴ്സ് ആർ ദെയർ, ബോൺസ് ആർ ദെയർ, ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ആർ ദെയർ ഫോർ ക്യാപിറ്റൽ. സോ അതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫിനാൻഷ്യൽ മാനേജറുടെ ഒരു മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ഏറ്റവും നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കുക, അങ്ങനെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ? Capital structure is nothing but combination of these capital in the total capital of the business. ഈ 100 lakhs ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് എത്ര ഇക്വിറ്റി എടുക്കണം, എത്ര ബാങ്ക് ലോൺ എടുക്കണം, ഇതിൻ്റെ ഏത് മിക്സ് വേണം നമ്മൾ എടുക്കാൻ, ഇതുപോലത്തെ തീരുമാനം എടുക്കേണ്ടത് ആരാ? ഫിനാൻഷ്യൽ മാനേജറാണ്. അപ്പോൾ എങ്ങനെയാണ് മൂപ്പര് തീരുമാനം എടുക്കുക? ഏത് മിക്സ് എടുക്കുമ്പോഴാണ് ഇക്വിറ്റിയുടെയും ഡെറ്റ് സെക്യൂരിറ്റീസിൻ്റെയും ഏത് മിക്സ് എടുക്കുമ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ്ഡ് ആവുക. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. സോ ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മിക്സ് ഓഫ് ക്യാപിറ്റൽ നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചറിലോട്ട് കൊണ്ടുവരുമ്പോഴാണ്, ഏത് കോമ്പിനേഷൻ എടുക്കുമ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം വെൽത്ത് കിട്ടുക,
ആ സ്ട്രക്ചർ വേണം, അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം ഫിനാൻഷ്യൽ മാനേജർ ഡിസൈൻ ചെയ്യാൻ. സോ അങ്ങനെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ മാനേജർ എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം? നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഉണ്ടായിരിക്കണം. സോ ഹൗ ടു മാക്സിമൈസ് ദ വെൽത്ത്? എങ്ങനെ മാക്സിമൈസ് ചെയ്യണം? അവിടെയാണ് പറയുന്നത് ഫൈനാൻഷ്യൽ മാനേജർ ഹാസ് ടു ഫൈൻഡ് എ ക്യാപിറ്റൽ ഓർ ഹാസ് ടു ഡിസൈൻ എ ക്യാപിറ്റൽ സ്ട്രക്ചർ വേർ ദ expectation of the investor, very very important, where the capital structure in which the expectation of the investors are minimum. Expectation of the investors are minimum. നമുക്ക് ഫണ്ട് തരുന്നവരുടെ, നമുക്ക് ക്യാപിറ്റൽ തരുന്നവരുടെ എക്സ്പെക്റ്റേഷൻ മിനിമം ആയിരിക്കണം. അവർ ഫണ്ട് തരുന്ന സമയത്ത് അതിനവർ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഫണ്ട് അവർ തരുന്ന സമയത്ത്, ബാങ്ക് ആയിക്കോട്ടെ, ബാങ്ക് നമുക്ക് തരുന്ന സമയത്ത് അവരെന്താ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത്? ദേ ആർ എക്സ്പെക്ടിങ് ഇൻട്രസ്റ്റ്. നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷൻ്റെ പുറത്താണ് അവരത് എന്ത് ചെയ്യുന്നത്? ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു റിട്ടേൺ ആഗ്രഹിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഫണ്ട് തരുന്നത്. സോ ആ എക്സ്പെക്റ്റേഷൻ, ആ റിട്ടേൺ, ആ കോസ്റ്റ്, I am coming to that point. I am coming to cost angle here. So the expectation should be minimum. അങ്ങനെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം ഡിസൈൻ ചെയ്യാൻ. സോ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ഓർ ഫണ്ട് പ്രൊവൈഡേഴ്സിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ദാറ്റ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. കോസ്റ്റ് ഓഫ് എ ക്യാപിറ്റൽ ഈസ് നത്തിങ് ബട്ട് it is the expectation of the investor. എനിക്ക് ഫണ്ട് തരുന്ന ഒരാൾ ആ ഫണ്ടിന് എനിക്ക് തരുന്നത് കൊണ്ട് അയാൾക്ക് എന്താണോ ഞാൻ തിരിച്ചു കൊടുക്കാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ എക്സ്പെക്റ്റേഷനാണ് നമ്മളെ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിൽ സി. As we discussed, cost of capital എന്ന് പറയുന്നത്, cost of capital is the expectation. So capital നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു? It can be debt, it can be preference shares, it can be equity, it can be retained earnings too. ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അവർ എല്ലാ പ്രോഫിറ്റും എന്ത് ചെയ്യില്ല? ഒരിക്കലും ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. അവരൊരു പെർട്ടിക്കുലർ എമൗണ്ട് എപ്പോഴും എന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്ത് വെക്കും. ഈ റീറ്റെയിൻ ചെയ്ത് വെക്കുന്ന മണി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വരുന്ന സമയത്ത് അവർക്ക് ആ റീറ്റെയിൻ ഏർണിങ്സ് ആ ഇൻവെസ്റ്റ്മെന്റിലോട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഓൾസോ എ സോഴ്സ് ഓഫ് ഫണ്ട്. അവരുടെ പോക്കറ്റിലുള്ള പൈസയാണതും. ദേ ക്യാൻ യൂസ് ദാറ്റ് ടു. സോ റീറ്റെയിൻ ഏർണിങ്സ് ഈസ് ഓൾസോ എ ക്യാപിറ്റൽ ഹാവിങ് എ കോസ്റ്റ്. ക്ലിയർ? സോ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്താ? കോസ്റ്റ് ഓഫ് ഡെറ്റ്, എനിക്ക് ഡെറ്റ് സെക്യൂരിറ്റീസ് തരുന്നവരെ എക്സ്പെക്റ്റേഷൻ, what they expect. So similarly, cost of preference shares, cost of equity, cost of retained earnings, and combinedly three capital total cost നമ്മൾ എടുക്കുകയാണെങ്കിൽ we will get a weighted average cost. In this session, in this video, നമ്മളെ മുഴുവൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ മുഴുവൻ ക്യാപിറ്റലിനെ കുറിച്ചോ അതിൻ്റെ കോസ്റ്റിനെ കുറിച്ചോ ഡിസ്കസ് ചെയ്യുന്നില്ല. we will be only discussing this point. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണ്, എങ്ങനെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, എങ്ങനെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ആസ് വി ഡിസ്കസ്, നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആണ്. സോ കമ്മിങ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുക്കുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഷെയറിൽ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്താണ് എക്സ്പെക്ട് ചെയ്തത്? അതായിരിക്കും എന്ത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ജനറലി ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്തൊക്കെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുക? ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുക? പ്രൈമറി വിൽ ബി എല്ലാവർക്കും പറയുന്ന സാധനം ഡിവിഡൻഡ്. സെക്കൻഡ് വിൽ ബി ഇ പി എസ്. തേർഡ് വൺ വിൽ ബി ഡിവിഡൻഡും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷെയർ ഹോൾഡ് ചെയ്തിട്ട് ഭാവിയിൽ വിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
വേറെ ചില ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ വേറെ ചില ക്ലാസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് ഡിവിഡൻഡ് ഒരു സബ്ജക്ട് മാറ്ററേ അല്ല. ഡിവിഡൻഡ് കിട്ടിയോ അവർക്കൊരു സബ്ജക്ട് മാറ്ററേ അല്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒറ്റ ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. സോ ദർ ആർ ഡിഫറെൻറ്റ് എക്സ്പെക്ടേഷൻ. On the basis of this different expectation, there are different approaches for computing cost of equities also. So based on these expectation, there are different methods for finding out cost of equity. ഇനി മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റീനെ KE എന്ന ഓമന പേരിലാണ് വിളിക്കുക. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അപ്രോച്ചസ് എന്നും അതിൽ ഏതൊക്കെ അപ്രോച്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നും. ഫസ്റ്റ് അപ്രോച്ച് ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച്. അപ്പോൾ ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾ എത്രയാണോ അയാൾക്ക് ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നത്, സേ 100 രൂപയ്ക്ക് ഷെയർ വിറ്റിട്ട് 100 രൂപ ഒരു ഷെയർ ഹോൾഡറിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അയാൾക്ക് 10 രൂപ നിങ്ങൾ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. ദാറ്റ് ഈസ് 10 divided by 100 into 100. So that is 10%. ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ 100 രൂപയാണ് ഒരു ഷെയർ ഹോൾഡർക്ക് നിന്ന് വാങ്ങിയത് ആൻഡ് നിങ്ങൾ 10 രൂപയാണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ യുവർ കോസ്റ്റ് ഈസ് 10%. EPS പറയുന്നതും സെയിം ആണ്. ഏർണിങ്സ് നിങ്ങൾ EPS എത്രയാണോ വെച്ചാൽ നിങ്ങൾ EPS ഈസ് 20, നിങ്ങളൊരു ഷെയർ ഹോൾഡേഴ്സിന് നിന്ന് കളക്ട് ചെയ്ത ഒരു EPS എന്ന് പറയുന്നത് 20 ആണ്. ഒരു ഷെയർസിന് മുകളിൽ നിങ്ങൾ കളക്ട് ചെയ്ത എമൗണ്ട് 100 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കോസ്റ്റ് എന്ന് പറയുന്നത് 20 divided by 100 ആണ്, സേ 20% ആണ്. 20% ആണ്. പക്ഷേ റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചിൽ എത്തുന്ന സമയത്ത് റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് പറയാണ് ഡിവിഡൻഡ് മാത്രമല്ല എക്സ്പെക്ടേഷൻ, ഒരു ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻഡ് മാത്രമല്ല ഒരു ഷെയർ ഹോൾഡർക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ഒബ്വിയസ്, ഡിവിഡൻഡ് എന്തായാലും കിട്ടുന്നുണ്ട്. അത് കൂടാതെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റും ഒരു ഷെയർ ഹോൾഡറിന് കിട്ടുന്നുണ്ട്. സോ ആ ക്യാപിറ്റൽ അപ്രീസിയേഷനും കൂടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം വൈൽ കമ്പ്യൂട്ടിംഗ് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. വൈ? ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി is nothing but the expectation of the shareholders. സോ ഷെയർ ഹോൾഡർ എന്തും കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഡിവിഡൻഡ് മാത്രമല്ല, ക്യാപിറ്റൽ അപ്രീസിയേഷൻ എമൗണ്ട് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ KE എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. സോ ഡിവിഡൻഡ് മാത്രമല്ല, ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി കൺസിഡർ ചെയ്യുന്നതാണ് ആര് വരുന്നത്, റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് വരുന്നത്. സോ വി ഹാവ് another method which is capital asset pricing model. സോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഈ രണ്ട് മെത്തേഡാണ്. സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിവിഡൻഡ് പ്രൈസ് ആൻഡ് EPS നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിവിഡൻഡ് എത്രയാണോ കൊടുക്കുന്നത് അതാണ് നിങ്ങളെ കോസ്റ്റ് എന്നാണ് അവർ സിംപ്ലി പറഞ്ഞു വെക്കുന്നത്. സോ നമുക്ക് മോർ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചിലും ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ്ങിലുമാണ്. സോ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഞാൻ ഇന്നൊരു ഈ ഒരു പെന്ന് 100 രൂപയ്ക്ക് വാങ്ങുമ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും? നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ എന്തൊരു സാധനവും ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് വാങ്ങുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും? ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ നിന്നും ഭാവിയിൽ ആ ഒരു എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നതായിരിക്കുമല്ലോ. ഭാവിയിൽ ആ ഒരു എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ് എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആ ഒരു എമൗണ്ട് വാങ്ങിക്കുള്ളൂ. സേ ഒരു പെണ്ണിന് 500 രൂപയാണ് കടക്കാരൻ പറയുന്നത്. പക്ഷെ ഞാൻ എത്ര ആലോചിച്ചിട്ടും അല്ലെങ്കിൽ ഞാൻ എത്ര നോക്കിയിട്ടും ഭാവിയിൽ ഒരു 200 രൂപയിൽ കൂടുതൽ ബെനിഫിറ്റ് ഈ പെണ്ണിന് എനിക്ക് തരാൻ പറ്റില്ല. സോ 200 രൂപേന് മുകളിലുള്ള ഒരു എമൗണ്ട് ഞാൻ ഈ പെണ്ണിന് പേ ചെയ്യാൻ വില്ലിങ് ആയിരിക്കുമോ? ഒരിക്കലും ഇല്ല. സോ ആ കടക്കാരൻ എനിക്ക് ഈ പെണ്ണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾ 200 രൂപയ്ക്ക് തന്നെ വിൽക്കണം. കാരണം എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഈ പെണ്ണിൽ നിന്നും ഭാവിയിൽ എനിക്ക് 200 രൂപയിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടില്ല. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ കൺസേൺ എന്ന് വെച്ചാൽ ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ ഞാൻ കൺസേൺ ആയിട്ടുള്ള മാറ്റർ എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നും എനിക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എത്രയാണ്, അതിന് ഈക്വൽ ഉണ്ടായിട്ടുള്ള ക്യാഷ് ഫ്ലോ മാത്രമേ ഞാൻ കൊടുക്കാൻ തയ്യാറുള്ളൂ. സോ ലിസൺ, വെരി കെയർഫുള്ളി ലിസൺ. സോ present value, so current market price of any product or any security
current market price of a security is the present value of future cash flows discounted at an expected rate. എന്താണ്? Current market price of a particular product is the present value of future cash flows discounted at an expected rate. ഈ ഒരു പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റമാണ് എന്ത് റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് ഫോളോ ചെയ്യുന്നത്. റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് എന്താ പറയുന്നത്? വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. റിയലൈസ്ഡ് ഈൽഡ് ഡിവിഡൻഡ് അപ്രോച്ച് എന്താ പറഞ്ഞത്? ഡിവിഡൻഡ് അപ്രോച്ച് പറഞ്ഞു, ഡിവിഡൻഡ് എത്രയാണോ നിങ്ങൾ കൊടുക്കുന്നത്, ഡിവിഡൻഡ് നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത്, 10% ഡിവിഡൻഡ് ആണോ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചില്ലേ, സോ ദാറ്റ് 10% ഈസ് യുവർ കോസ്റ്റ്. റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് പറഞ്ഞു അതല്ല, അത് മാത്രം കൺസിഡർ ചെയ്യരുത്. കാരണം ഡിവിഡൻഡ് മാത്രമല്ല ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കിട്ടുന്ന റിട്ടേൺ, അയാൾ അത് സെയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി കിട്ടുന്നുണ്ട്. സോ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി കമ്പ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം. എന്തിനാ കൺസിഡർ ചെയ്യുന്നത്? വൈ? ബിക്കോസ് ആ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി മനസ്സിൽ കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്ന വില കൊടുത്തിട്ട്, നിങ്ങൾ പറഞ്ഞ വില കൊടുത്തിട്ട് ആ ഷെയർ ഹോൾഡർ ആ എമൗണ്ടിൽ ആ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സെക്യൂരിറ്റിയിൽ അയാൾ ഒരു എമൗണ്ടിൽ പെർട്ടിക്കുലർ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഷെയർ ഹോൾഡർ മനസ്സിലുള്ളത് ഡിവിഡൻഡ് മാത്രമല്ല, ഈ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ പർട്ടിക്കുലർലി കൊടുക്കുന്ന 10% ഡിവിഡൻഡ് മാത്രമല്ല കോസ്റ്റ്, അത് മാത്രമല്ല അയാളുടെ എക്സ്പെക്ടേഷൻ, ഈസ് ഓൾസോ എക്സ്പെക്ടിങ് എ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. സോ ആ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ എത്രയാണെന്ന് കൂടി ഞാൻ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു എമൗണ്ട് കണ്ടുപിടിക്കുക? അങ്ങനെയാണെങ്കിൽ ആ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവിടെയാണ് എന്ത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ സെക്യൂരിറ്റി ഈസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഡിസ്കൗണ്ടഡ് അറ്റ് എൻ എക്സ്പെക്റ്റഡ് റേറ്റ്. ഈ എക്സ്പെക്റ്റഡ് റേറ്റ് എത്രയാണോ, ഈ ഡിസ്കൗണ്ടിങ് റേറ്റ് എത്രയാണോ, ഈ ഷെയർ ഹോൾഡറിൻ്റെ ഇൻവെസ്റ്ററിൻ്റെ ഈ എക്സ്പെക്റ്റഡ് റേറ്റ് എത്രയാണോ, ഈ ഡിസ്കൗണ്ടിങ് റേറ്റ് എത്രയാണോ, അതായിരിക്കും എൻ്റെ KE, എൻ്റെ cost, because it is the expectation of the shareholders. So sir, എങ്ങനെ അപ്പോൾ റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചിൽ KE കണ്ടുപിടിക്കുക? അപ്പോൾ റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് പറയുകയാണ്, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ വാങ്ങിയ പൈസ, അയാൾക്ക് നിങ്ങൾ സെയിൽ ചെയ്ത പ്രൈസ് എത്രയാണെന്ന് അറിയില്ലേ? അതായിരിക്കുമല്ലോ അവരുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അയാൾ പർച്ചേസ് ചെയ്ത പ്രൈസ്. ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇതല്ലേ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്? അയാൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന സെയിൽ വാല്യൂ എന്താണ്? ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയ ഈ എമൗണ്ട് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഏത് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നത് നോക്കിയാൽ പോരെ. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആയ ഡിവിഡൻഡും ഭാവിയിൽ കിട്ടാൻ പോകുന്ന സെയിൽ പ്രൊസീഡിങ്സും ഏത് എക്സ്പെക്റ്റഡ് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴാണ് ഇന്ന് അയാൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് കിട്ടുന്നത്, ഷെയർ ഇഷ്യൂ ചെയ്ത് ആ പ്രൈസിലോട്ട് എത്തുന്നത്, ആ പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കുമല്ലോ അയാളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ആസ് നമ്മൾ പറഞ്ഞു, അയാൾ 1000 രൂപയ്ക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, 1000 രൂപയ്ക്ക് ആ സെക്യൂരിറ്റി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഡിവിഡൻഡിന് ഇന്നത്തെ വാല്യൂ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ആ 6ാമത്തെ വർഷം അല്ലെങ്കിൽ 8ാമത്തെ വർഷം അല്ലെങ്കിൽ 10ാമത്തെ വർഷം അയാൾ ഈ സെക്യൂരിറ്റി സെയിൽ ചെയ്താൽ കിട്ടുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷനും കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അത് രണ്ടും കൺസിഡർ ചെയ്തിട്ടായിരിക്കും അയാൾ ഒരു എക്സ്പെക്ടേഷൻ ഫോം ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ ഒരു എക്സ്പെക്ടേഷന് പുറത്താണ് അയാൾ 1000 റുപ്പീസിന് അല്ലെങ്കിൽ 10,000 റുപ്പീസിന് ആ ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റി വാങ്ങിയിട്ടുണ്ടാവുക. ക്ലിയർ? We'll discuss realized yield approach using an example. Here is a question. We'll discuss that. Mehram had purchased shares of Alpha Limited for 4,000 rupees. He received a dividend for 5 years at the rate of 10%. At the end of the 5th year, he sold shares of Alpha Limited for 1,128. You are required to compute cost of equity. So നമ്മളിവിടെ പറഞ്ഞു ഇവിടെ
മെഹ്റ പർച്ചേസ് ചെയ്തത് 1000 റുപ്പീസിനാണ്. മെഹ്റ പർച്ചേസ് ചെയ്തത് 1000 റുപ്പീസിനാണ്. അടുത്ത ഓരോ വർഷവും അപ്പോൾ ഈ 1000 റുപ്പീസ് എന്താ, കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. ഈ 1000 റുപ്പീസ് എന്താണ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. അടുത്ത ഓരോ വർഷവും 10% ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. സാർ അപ്പോൾ 10% അവിടെ ഓൾറെഡി തന്നിട്ടില്ലേ, അപ്പോൾ അത് തന്നെയല്ലേ കോസ്റ്റ്. പിന്നെ നമ്മൾ ഇനി വേറൊരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ എന്താ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താ കൺസിഡർ ചെയ്യാനുള്ളത്. അവിടെയാണ് റിയലൈസ്ഡ് ഡീൽ അപ്രോച്ച് പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഡിവിഡൻഡ് മാത്രമല്ല എക്സ്പെക്ടേഷൻ, ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി എന്തുണ്ട്, എക്സ്പെക്ടേഷൻ്റെ പാർട്ടാകുന്നുണ്ട്. സോ ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യാൻ പാടുള്ളൂ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അസർട്ടൈൻ ചെയ്യാൻ പാടുള്ളൂ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1000 രൂപയാണ്. ഇയാൾ കിട്ടുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നോക്കിയാൽ ഓരോ വർഷവും എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷത്തോട്ട് 10% ഡിവിഡൻഡ് കിട്ടും. സോ ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5 എന്ത് കിട്ടും, 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ അങ്ങനെ ഓരോ വർഷം കിട്ടും. അതുപോലെ തന്നെ 6ാമത്തെ വർഷം ഇയാൾ ഈ സെയിൽ ചെയ്യുന്ന സമയത്ത് 1128 രൂപയും കിട്ടും. സോ ഇത്രയും ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ നമ്മൾ എന്തായിരുന്നു കറണ്ട് മാർക്കറ്റ് പ്രൈസിന്റെ ഡെഫിനിഷൻ പറഞ്ഞ, കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ദി ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഡിസ്കൗണ്ടഡ് അറ്റ് an expected rate. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഡിസ്കൗണ്ടഡ് അറ്റ് an expected rate of return ആയിരുന്നു. സോ ഇത്രയും ക്യാഷ് ഫ്ലോ ഏത് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴാണ് 1000 റുപ്പീസ് കിട്ടുന്നത് നോക്കിയാൽ പോരെ. ഇവിടെ നത്തിങ് ബട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഒരു IRR കണ്ടുപിടിക്കുകയാണ്. യൂസിങ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുകയാണ്. ഇവിടെയുള്ള എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കുകയാണ്. സോ ആ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇങ്ങനെ ഇവിടെ നമ്മൾ പറഞ്ഞു ഓരോ വർഷം അവർക്ക് എന്തുണ്ട് 100 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. 6ാമത്തെ വർഷം 5ാമത്തെ വർഷത്തിന് അവസാനം ഒരു സെയിൽ ചെയ്യുന്ന സമയത്ത് 1127 കിട്ടുന്നുണ്ട്. സോ ആ ഏത് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നത്. 1000 റുപ്പീസിനായിരുന്നു ഷെയർ ഇഷ്യൂ ചെയ്തത്. ഏത് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്തപ്പോഴാണോ ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നത്, അതായിരിക്കും എന്ത് എൻ്റെ KE. സോ റിയലൈസ്ഡ് ഡീലിൻ്റെ അപ്രോച്ച് എന്താ പറയുന്നത്, ഡിവിഡൻഡ് അപ്രോച്ച് പറഞ്ഞു ഡിവിഡൻഡ് ആണ് കോസ്റ്റ്. പക്ഷെ റിയലൈസ്ഡ് ഡീലിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്, ഡിവിഡൻഡ് മാത്രമല്ല അവിടെ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒരു പോയിന്റ് കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ആ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയാണ് റിയലൈസ്ഡ് ഡീലിൻ്റെ ഒരു പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പുതിയൊരു പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഡിസ്കൗണ്ടഡ് അറ്റ് an expected rate. സിമ്പിൾ. സോ റിയലൈസ്ഡ് ഡീൽ അപ്രോച്ചിൽ എന്താ പറയുന്നത്, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂ എത്രയാ, അതിന് ഏത് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്താലാണ് നമ്മളെ എമൗണ്ടിലേക്ക് എത്തുന്നത്, നമ്മളെ സെയിൽ വാല്യൂട്ട് അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസിലോട്ട് എത്തുന്നത്. ആ ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ആണ് അവരുടെ എക്സ്പെക്റ്റേഷൻ. ആ ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് വെച്ചിട്ടാണ് അവർ ആ ഒരു 1000 റുപ്പീസ് തരാൻ വില്ലിങ് ആയത്. സോ ആ 1000 റുപ്പീസ് അവർ തരാൻ വില്ലിങ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സ്പെക്റ്റഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ആയ ഡിവിഡൻഡ് കൊടുക്കുന്നത് മാത്രമല്ല. സോ ദേ ആർ കൺസിഡേർഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓൾസോ. സോ നമ്മൾ കോസ്റ്റ് ഡെഫിനേഷൻ എന്തായിരുന്നു പറഞ്ഞത്, എക്സ്പെക്ടേഷൻ ഓഫ് ദി ഇൻവെസ്റ്റർ ആണ് എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ല ഞാൻ വില്ലിംഗ് ടു പേ, ഞാൻ എത്രയാക്കി വില്ലിംഗ് ടു പേ അല്ല എൻ്റെ കോസ്റ്റ്, അവരുടെ എക്സ്പെക്ടേഷൻ എത്രയാണ് അതാണ് എൻ്റെ കോസ്റ്റ്. സോ വി ഹാവ് ടു കൺസിഡർ ദ ക്യാപിറ്റൽ അപ്രീസിയേഷൻ പാർട്ട് ഓൾസോ. ക്ലിയർ? സോ ഇതാണ് റിയലൈസ്ഡ് ഡീലിന്റെ അപ്രോച്ച് പറയുന്നത്. വിൽ ഡിസ്കസ്. സോ നമ്മൾ റിയലൈസ്ഡ് ഡീലിന്റെ അപ്രോച്ചിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. സോ നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡിൽ വന്ന സമയത്ത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡ് പറഞ്ഞു, ഞാൻ എഗ്രി ചെയ്യാണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ആണ്. പക്ഷേ നിങ്ങളൊരു കാര്യം കൂടി കൺസിഡർ ചെയ്യണം, ഈ എക്സ്പെക്ടേഷൻ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഒരുപാട് കാര്യങ്ങളാൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്, ഒരുപാട് ഫാക്ടേഴ്സിനെ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് റിസ്ക്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ഐഡന്റിഫൈ ആണ്. അതിനനുസരിച്ച് എക്സ്പെക്ടേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിസ്ക് അനുസരിച്ച് ആ റിസ്ക് കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു റിസ്ക് പ്രീമിയം കൊടുക്കണം എന്ന് പറയാണ്.
ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ പറയാണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന കോസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെക്ടേഷനാണ്, ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ ആ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ആ എക്സ്പെക്ടേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ എക്സ്പെക്ടേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായ റിസ്ക് കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ആ റിസ്കിനനുസരിച്ച് വേണം നിങ്ങൾ ട്രേഡ് ഓഫ് കൊടുക്കാൻ, ആ റിസ്ക് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ റിട്ടേൺ കൊടുക്കാൻ. സോ ഒരു റിസ്ക് പ്രീമിയം കൂടി കൊടുക്കണം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു കൺസിഡർ റിസ്ക് പ്രീമിയം ടു. സോ അണ്ടർ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡ് കെ ഈസ് ഈക്വൽ ടു RF. RF എന്താ? ഇറ്റ് ഈസ് ദി റിസ്ക് ഫ്രീ റിട്ടേൺ. ഇറ്റ് ഈസ് ദി റിസ്ക് ഫ്രീ റിട്ടേൺ. റിസ്ക് ഫ്രീ റിട്ടേൺ. റിസ്ക് ഫ്രീ റിട്ടേൺ. ഒരു റിസ്ക്കും ഇല്ലാതെ വെറുതെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട്, ഒരു റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? സേ ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ അല്ലെങ്കിൽ ബാങ്കിൽ, ഇവിടെ ഒന്നും യാതൊരു റിസ്ക്കും ഇല്ല, ഗ്യാരണ്ടീഡ് ആണ്. ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ അതെന്തായാലും നിങ്ങൾ കൊടുക്കണം. അതെന്തായാലും ഗ്യാരണ്ടീഡ് ആണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. ഒരു റിസ്ക്കും ഇല്ലാതെ എത്ര എമൗണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ റിസ്ക് എടുത്തിട്ടാണ് ഓരോ ഷെയർ ഹോൾഡേഴ്സ് നിങ്ങൾ കമ്പനിയിലോട്ട് വരുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ടാവണം. അതിനോട് എന്ത് ചെയ്യണം? പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. സോ ബീറ്റ എന്താണെന്ന് എടുക്കട്ടെ. ബീറ്റ നമുക്ക് പറയാം RM ഈസ് നത്തിങ് ബട്ട് റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ ദി മാർക്കറ്റ്. എന്താണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിലുള്ള റിട്ടേൺ, എന്താണ് ജനറൽ ഇൻഡസ്ട്രിയിലുള്ള റിട്ടേൺ, ആ റിട്ടേൺ മൈനസ് എന്താണ് നമ്മളെ റിസ്ക് ഫ്രീ റിട്ടേൺ. ഈ കോമ്പോണന്റിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് പ്രീമിയം. ഈ കോമ്പോണന്റിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം. ഈ കോമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം. സോ നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ടാവണം? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? RF എന്തായാലും കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു റിസ്ക് പ്രീമിയം കൂടി കൊടുക്കണം. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഈ ഒരു ബീറ്റ ഇൻറ്റു RM മൈനസ് RF ഈസ് ദി റിസ്ക് പ്രീമിയം. സോ RF എന്തായാലും കൊടുക്കണം, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു റിസ്ക് പ്രീമിയം കൂടി കൊടുക്കണം. അപ്പോൾ സാറേ RM ഓക്കെ, RF ഓക്കെ, അപ്പോൾ ബീറ്റ എന്താ? ഇതൊരു പുതിയ സാധനമാണ്. എന്താണ് ബീറ്റ? സോ വാട്ട് ഈസ് ബീറ്റ? ബീറ്റ ഈസ് നത്തിങ് ബട്ട് ദി മിനിമം ലെവൽ ഓഫ് റിസ്ക്. ഇറ്റ് ഈസ് എ കോഎഫിഷ്യന്റ്. ബീറ്റ ഈസ് എ കോഎഫിഷ്യന്റ് which represent the minimum risk, in the stock market, അതായത് ഓരോ കമ്പനിയുടെയും ബീറ്റ വിൽ ബി ഡിഫറെൻറ്റ്. ഓരോ കമ്പനിക്കുള്ള റിസ്ക് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോ കമ്പനിക്കും ജനറലി ബീറ്റ ഓഫ് എ സെക്യൂരിറ്റി, ബീറ്റ ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റിൽ ബീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ജനറലി സ്റ്റോക്ക് മാർക്കറ്റിൽ ബീറ്റേൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഒരു കമ്പനീൻ്റെ ബീറ്റ, അതായത് ബീറ്റ ഇസ് എ മിനിമം ലെവൽ ഓഫ് റിസ്ക്, ഓർ ഇൻ അതർ വേർഡ് ഇറ്റ് ഈസ് എ നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക്. സോ ഒരു കമ്പനീൻ്റെ, നമ്മൾ പറഞ്ഞു മാർക്കറ്റിൽ ബീറ്റേൻ്റെ വാല്യൂ എത്രയാണ്? ബീറ്റ ഈസ് ഈക്വൽ ടു 1. ഒരു കമ്പനീൻ്റെ ബീറ്റ 1.25% ആണെങ്കിൽ, ഒരു കമ്പനീൻ്റെ ബീറ്റ 1.25% ആണ് എന്ന് പറയുകയാണെങ്കിൽ, ദാറ്റ് കമ്പനി ഈസ് 25% more riskier than the stock market. അപ്പോൾ അത്തരം കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. സോ മാർക്കറ്റിൽ 1 ആണ് റിസ്ക്. മാർക്കറ്റിലെ റിസ്ക് എന്ന് വെച്ചാൽ 1 ആണ്. ഈ കമ്പനിയിലെ റിസ്ക് 1.25 ആണ്, വിച്ച് മീൻസ് 25% ഹയർ ആണ്. അപ്പോൾ അത്തരം കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അത്രയും എക്സ്പെക്ടേഷനും കൂടും. സോ ഇഫ് റിസ്ക് ഈസ് ഹയർ, റിട്ടേൺ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ റിട്ടേൺ ഒരു മോർ എക്സ്പെക്ട് ചെയ്യും. സോ ഈ കേസിൽ എന്ത് പറഞ്ഞു? ക്യാപിറ്റൽ അസറ്റ് അപ്രീസിയേഷൻ എന്താ പറഞ്ഞത്? നിങ്ങൾ KE കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് RF കൊടുക്കണം, അതിൻ്റെ കൂടെ നിങ്ങൾ റിസ്ക് പ്രീമിയം ആഡ് ചെയ്യണം. ആ റിസ്ക് പ്രീമിയം എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, കമ്പനീൻ്റെ ബീറ്റ ഫാക്ടർ എടുക്കുക, അതിനോട് മാർക്കറ്റിലെ റിസ്ക് പ്രീമിയം മൾട്ടിപ്ലൈ ചെയ്യുക. സേ ഗവൺമെൻറ് 6% റിട്ടേൺ ആണ് കൊടുക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ 8% റിട്ടേൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ദീസ് 2%, ഈ ഡിഫറെൻറ്റ് 2% എങ്ങനെ വന്നതായിരിക്കും?
കാരണം ഇവിടെ റിസ്ക് ഇല്ല, ഇവിടെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് റിസ്ക് ഉണ്ട്. ദാറ്റ് ഈസ് വൺ എന്ന എലമെന്റ് ഓഫ് റിസ്ക് ഉണ്ട്. ആ 1 എലമെന്റ് ഓഫ് റിസ്ക് വന്നതുകൊണ്ടാണ് എന്ത് എക്സ്പെക്ടേഷൻ കൂടിയത്, അതുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ കൂടുന്നത്. സോ ഈ ഒരു റിസ്ക് പ്രീമിയം മാർക്കറ്റിന്റെ റിസ്ക് പ്രീമിയം ആണ്. അപ്പോൾ നിങ്ങൾ അഡീഷണലി കൊടുക്കേണ്ട റിസ്ക് പ്രീമിയം എന്താ, നിങ്ങളെ ബീറ്റ എന്താണോ, കമ്പനീൻ്റെ ബീറ്റ എന്താ, ആ കമ്പനീൻ്റെ ബീറ്റ കൺസിഡർ ചെയ്തിട്ട് കമ്പനീൻ്റെ മിനിമം റിസ്ക് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു റിസ്ക് പ്രീമിയം ആഡ് ചെയ്ത് കൊടുക്കണം. ഏതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, RFന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. റിസ്ക് ഇല്ലാത്ത റിട്ടേൺ, റിസ്ക് ഇല്ലാത്ത റേറ്റ്, അതിൻ്റെ കൂടെ കമ്പനിയുടെ റിസ്ക് വരുന്ന സമയത്ത് അവരുടെ എക്സ്പെക്ടേഷൻ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്, അവരെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. സോ അതിനവർക്ക് എന്ത് ചെയ്യണം, റിസ്ക് പ്രീമിയം കൊടുക്കണം. അവർക്ക് എന്ത് ചെയ്യണം, റിസ്ക് പ്രീമിയം കൊടുക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ബീറ്റ ഫാക്ടർ കൺസിഡർ ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ബീറ്റ ഫാക്ടർ കൺസിഡർ ചെയ്യണം. അതാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ പറയുന്നത് K is equal to RF plus will combinedly say this as a risk premium of the company. So ഇതാണ് മെയിൻലി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെയും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിലെ മെയിൻ 2 അപ്രോച്ചസ്, റിയലൈസ്ഡ് yield അപ്രോച്ച് ആൻഡ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ്. സോ ടൈം ഒരു കൺസ്ട്രെയിൻ ആയതുകൊണ്ട് കുറച്ച് പോർഷൻസ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായിരുന്നു. I will stop here. So once again I thank Sikasa for this wonderful opportunity. Thank you so much.